TP ജയചന്ദ്രൻ, ഇവിടെ ഇപ്പോ സർവകലാശാലകളുടെ ഒക്കെ രാഷ്ട്രീയവൽക്കരണത്തിനൊരു പരിധി ഉണ്ടല്ലോ. ആ പരിധിയും കടന്നു പോകുന്നുണ്ടല്ലോ. ഇന്ന ആൾ തന്നെ വേണം എന്ന് വാശി പിടിച്ച ചാൻസലർമാർ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനും രാജേന്ദ്ര ആർലേക്കർക്കും മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇവിടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവം ഗവർണർ ആയിരുന്നിട്ടുണ്ട്, അന്നേരം ചാൻസലറാണ്. സർവകലാശാലകളിൽ കടന്ന് ഇടപെടുന്ന രീതിയേ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ സർവകലാശാലകളുടെ തലപ്പത്തും മറ്റ് അനുബന്ധ ഇടങ്ങളിലുമൊക്കെ ഞാൻ തീരുമാനിക്കുന്ന എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ഇച്ഛകൾ പാലിക്കുന്ന ഒരാൾ വേണം എന്ന് തിരഞ്ഞെടുക്കപ്പെടാത്ത അപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരാൾ തീരുമാനമെടുക്കുന്നതിൻ്റെ പ്രശ്നമാണിത്. ഇത് ഏത് തരത്തിലാണിത് മുന്നോട്ട് പോകുക എന്ന് ആലോചിച്ച് നോക്കൂ. സർവകലാശാലകളിൽ ഭരണപ്രതിസന്ധി ഉണ്ടാവുകയാണ്. ഇവിടെ ഇപ്പോൾ താൽക്കാലികമായി 2 VC-മാരെ വെച്ചതുകൊണ്ട് ഈ പ്രശ്നം അവസാനിച്ചിട്ടില്ല. ഇവിടെ പറഞ്ഞതുപോലെ ഈ നിയമപ്രശ്നവും തീർന്നിട്ടില്ല. അല്ല അഭിലാഷ, ഈ പ്രശ്നമൊന്നും അവസാനിക്കരുത് എന്നും ഇതിനിങ്ങനെ അനന്തമായി തുടർന്നു പോകണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ നമ്മളുടെ വ്യാഖ്യാനങ്ങളല്ലേ? ഗവർണർ എലക്ട് ചെയ്യപ്പെട്ടവനല്ല എന്ന് പറയുമ്പോൾ ഗവർണറെ നിശ്ചയിക്കുന്നവർ ഇന്ത്യ രാജ്യത്ത് എലക്ട് ചെയ്യപ്പെട്ടവരാണോ? അവർക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്നതിനനുസരിച്ച് നിയമങ്ങളും തീരുമാനങ്ങളും എടുക്കുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലാവുമ്പോൾ നമ്മൾ പുട്ടിൽ പീരയിട്ട മാതിരിയിൽ RSS, സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പേടിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അഭിലാഷേ. അതൊക്കെ കഴിഞ്ഞില്ലേ? നോക്കൂ, ചർച്ചയിൽ വന്ന് പലരും പറയുന്നു ഇന്നലകളിൽ തുടർന്നു വന്നതിൽ നിന്നും ഏതെങ്കിലും വ്യതിചലിക്കപ്പെടുമ്പോൾ അവ പരിശോധിക്കാനല്ലേ അഭിലാഷ ഈ രാജ്യത്ത് നിയമങ്ങളും ചട്ടങ്ങളും കോടതികളും ഒക്കെ ഉള്ളത്? സ്വാഭാവികമായിട്ടും UGCയുടെ ചാൻസലർമാരെ, വൈസ് ചാൻസലർമാരെ തീരുമാനിക്കുന്നതിൽ രാജ്യത്ത് ചില നിയമന നടപടികളില്ലേ? ആ നടപടികളിൽ നിന്നല്ലാതെ ഗവർണർക്ക് ഏകപക്ഷീയമായിട്ട് ഒരു സ്ഥിരം ഗവർണറെ, വൈസ് ചാൻസലറെ നിശ്ചയിക്കാൻ സാധിക്കുമോ? ആ തരത്തിലുണ്ടായ ഒരു തർക്കം കോടതിയിലേക്ക് പോയി. നമ്മൾ RSS, BJP, സംഘപരിവാർ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയും ഗവർണർമാർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയെന്ന് പറയുകയും ചെയ്യുമ്പോൾ അഭിലാഷ ഈ രാജ്യത്തെ കോടതികൾ RSS അല്ലല്ലോ. ആ കോടതികളിൽ ഗവർണർമാർക്കെതിരായിട്ട് നിരവധി കാര്യങ്ങൾ പോയി. കണ്ണൂർ VC നിയമനത്തിൽ വന്നു. എന്താണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്? ചാൻസലർക്കുള്ള അധികാരങ്ങൾ വളരെ വലുതാണ്, നിർണയാതീതമാണ്, അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ വന്ന് ചിലരെ ഇടയ്ക്കിടയ്ക്ക് RSS, BJP, കോൺഗ്രസ് സഖ്യം എന്നൊക്കെ പറയും. ഞാൻ ചോദിക്കട്ടെ, ഏതോ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ, ഞാൻ അദ്ദേഹത്തെ കാണാത്തത് കൊണ്ട് പേര് എനിക്കറിയാത്തത് കൊണ്ട്, സർ, ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണിയെക്കുറിച്ച് താങ്കൾക്ക് അറിയുമോ? ഇനി സമവായം ഒരേ നയത്തിൽപ്പെട്ടവരായിരുന്നെങ്കിൽ സർ ഇത് 2019 അങ്ങ് ഐക്യപ്പെട്ടുകൂടായിരുന്നോ? 2019 മുതൽ ഇങ്ങോട്ട് പോവുകയും ഗവർണറുടെ തന്തയുടെ വകയല്ല സ്കൂളുകളിൽ എഴുതി ചേർക്കുകയും വിദ്യാർത്ഥികളെ കൊണ്ട് സമരം ചെയ്യിക്കുകയും കോളേജുകളിൽ ഗവർണറുടെ തീരുമാനം എനിക്ക് പുല്ലാണെന്ന് പറയുകയൊക്കെ ചെയ്തോ? ഇത്തരത്തിൽ ഒരേ മുന്നണിയിൽപ്പെട്ടവരല്ലേ ഈ രാജ്യത്ത്? പിന്നെ താങ്കൾ പറഞ്ഞു PMCയെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എനിക്കറിയില്ല അഭിലാഷേ. ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് PMCയിൽ ആദ്യം ഒപ്പിട്ട സർക്കാർ ഏതാണ് അഭിലാഷിന് അറിയുമോ? കോൺഗ്രസിന്റെ രാജസ്ഥാൻ ഗവൺമെന്റ്. കർണാടകയിൽ PMC നടപ്പിലാക്കുന്നുണ്ടോ? വല്ല തടസ്സവും അവിടെയുണ്ടോ? കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് PMC നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും ചെറുത്തുനിൽപ്പുണ്ടോ? കേരളത്തിലെത്തുമ്പോൾ കേരളത്തിൽ PMC നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അത് BJP, CPM ധാരണ. ഇവരുടെ ഭാഗത്തു നിന്ന് ആദ്യം ചാടിക്കേറിയതിലൊക്കെ ഇടപെട്ടാലോ? അതൊക്കെ നിയമം. ഞങ്ങൾ ഒരു കാര്യം ഉറക്കെ പറയുന്നു, ഒരേ മുന്നണിയിൽപ്പെട്ട 2 പേരിരിക്കുന്ന ഈ ചർച്ചയിൽ അനിൽകുമാറിന്റെ പാർട്ടിയും ജ്യോതികുമാറിന്റെ പാർട്ടിയും ഒരേ മുന്നണിയിൽപ്പെട്ട 2 കക്ഷികളാണ്. നയപരമായി യോജിപ്പില്ലാതെയാണോ ഇവർ ഒരേ മുന്നണിയിലിരിക്കുന്നത്? ഞങ്ങളും ഇവരും ഒരേ മുന്നണിയിൽപ്പെട്ടവരാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ സഖ്യങ്ങളോ ബന്ധങ്ങളോ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് ഇതൊക്കെ വാദം തോൽക്കുമ്പോഴുള്ള കാര്യമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ചർച്ചയിൽ പങ്കെടുക്കുന്ന പലരുടെയും ആഗ്രഹം എന്താണ്? കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ ഗവർണറും മുഖ്യമന്ത്രി തമ്മിലുള്ള തർക്കം ഒരിക്കലും അവസാനിക്കരുത്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, എവിടെയാണ് തർക്കം അവസാനിക്കാൻ വേണ്ടി കോടതി ഇടപെട്ടു? അദ്ദേഹം എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി പോയി ഗവർണറെ കാണണം. ഗവർണർ വിളിച്ചു, പക്ഷെ മുഖ്യമന്ത്രി പോയില്ല. പകരം 2 മന്ത്രിമാരെ വിട്ടു. മന്ത്രിമാർ പറഞ്ഞു ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാറില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ബുദ്ധി അല്പം മുമ്പ് കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് തോന്നിയിരുന്നെങ്കിൽ ഒരുപക്ഷെ 2019 മുതൽ കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്ന സർവകലാശാലകളുടെ അനിശ്ചിതത്വം SFIക്കാരെയും പാർട്ടി അണികളെയും സംഘടനാ നേതാക്കന്മാരെ കൊണ്ടും സമരം ചെയ്തും അടികുടി കൂടിയും പോലീസ് കേസെടുത്തും ഇരുന്ന നേരം കൊണ്ട് ഇവർ 2 കൂട്ടരും ഒന്ന് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ തീരുമായിരുന്നെങ്കിൽ കേരളത്തിൽ നല്ലതല്ലേ അഭിലാഷ ആ കാര്യം? കേരളത്തിൽ ഞാൻ ഒന്നുകൂടി അഭിലാഷിനോട് ചോദിക്കും, ഇതുപോലെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ചാൻസലർമാർ, വൈസ് ചാൻസലർമാർക്ക് അധികാരം കിട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ?